ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത് യൂട്യൂബിലെ ചെറിയൊരു ട്രിക്കിനെ പറ്റിയാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, ഇനി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യും. അതുപോലെ ആ ഒരു വീഡിയോയ്ക്ക് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും കമൻ്റൊക്കെ നിങ്ങൾ ചെയ്തെന്നിരിക്കാം അല്ലേ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചെയ്ത ഏതെങ്കിലും കമൻ്റൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നൊക്കെ നിങ്ങൾക്ക് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? അപ്പം ഇതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ യൂട്യൂബിൽ മറ്റുള്ളവരുടെ വീഡിയോയ്ക്ക് നമ്മൾ ലൈക്ക് കൊടുക്കുക, ഡിസ്ലൈക്ക് കൊടുക്കുക, അതുപോലെ കമൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് കണ്ടെത്താം, അതുപോലെ അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഹോം പേജ്. ഇവിടെ യു എന്ന് പറഞ്ഞ സെക്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ പേജ് ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ മുകളിൽ നോക്കാന്നുണ്ടെങ്കിൽ ഒരു സെറ്റിംഗ് ഐക്കൺ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴോട്ട് നോക്കാന്നുണ്ടെങ്കിൽ മാനേജ് ഓൾ ഹിസ്റ്ററി എന്ന് പറയുന്നതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് കാണാം. ഇവിടെ ഹിസ്റ്ററി, കൺട്രോൾ, അതുപോലെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന 3 ഓപ്ഷൻ കാണാം. അതിൽ ഇൻട്രാക്ഷൻ എന്നത് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. ഇൻട്രാക്ഷൻ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, കമൻറ്റ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, കമൻറ്റ് ആൻഡ് റിപ്ലൈസ്, ലൈവ് ചാറ്റ് മെസ്സേജ്, അതർ വീഡിയോ ഇൻട്രാക്ഷൻ, ഹൈപ്പ് തുടങ്ങിയ ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഓരോന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വീഡിയോ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളുടെ ആരുടെങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഇതുവരെ ലൈക്ക് ചെയ്തതും ഡിസ്ലൈക്ക് ചെയ്തതും എല്ലാം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഡേറ്റ് സഹിതം കാണാൻ സാധിക്കുന്നതാണ്. ഏത് ദിവസമാണ് നമ്മൾ ആ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തതെന്ന് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ വീഡിയോസിൻ്റെയും ഡീറ്റെയിൽസ്, ഇതുവരെ നമ്മൾ കൊടുത്ത എല്ലാ വീഡിയോസിൻ്റെയും ലൈക്ക് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പം ഈ ഒരു ദിവസത്തെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഇപ്പം ഞാനിവിടെ 12 ഡിസംബർ 2024 ഒരു 2 വീഡിയോസിന് ലൈക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തെ ഫുള്ള് നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഇവിടെ ആ ഒരു ദിവസത്തിന് നേരിലുള്ള ഇൻറ്റു മാർക്ക് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ദിവസത്തെ ഫുള്ള് ലൈക്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇറേസ് ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് അതല്ല ഏതെങ്കിലും ഒരു വീഡിയോ മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ നേരെ ഒരു ഇൻറ്റു മാർക്കുണ്ട്, അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് കൊടുത്ത ലൈക്ക് മാത്രമേ നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് പോകത്തുള്ളൂ. മറ്റ് ലൈക്ക് ഇവിടെ കിടക്കുന്നതായിരിക്കും. അത്തരത്തിൽ നമുക്ക് എന്തും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളിട്ട ലൈക്കും ഡിസ്ലൈക്കും ഒക്കെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലോട്ട് വന്നിട്ട് നോക്കാം. ബാക്കിലോട്ട് വരുമ്പോൾ ഇവിടെ കമൻറ്റ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് എന്നതുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കമൻറ്റ്സിനൊക്കെ ലൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, ഡിസ്ലൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുകൊണ്ട് ഇതും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ക്രോസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും അവിടെ നിന്ന് ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അത്തരത്തിൽ നമുക്ക് അതും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ബാക്കിലോട്ട് വന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ അവിടെ കമൻറ്റ്സ് ആൻഡ് റിപ്ലൈസ് എന്നതുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും, അതുവരെ നിങ്ങൾക്ക് ഇതിൽ റിപ്ലൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ നോക്കി കണ്ടതുകൊണ്ട് തന്നെ ഡേറ്റ് വൈസിൽ നമുക്ക് ഓരോന്നും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഡേറ്റ് വൈസിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, നമുക്ക് ഓരോ വീഡിയോസും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഓരോ വീഡിയോയ്ക്ക് കൊടുത്ത കമൻറ്റ്സ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ നമുക്കിവിടെ. അതായത് നമുക്ക് ആ ഒരു ഡേറ്റിലുള്ള ഫുള്ള് കമൻറ്റ്സ് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈവ് ചാറ്റ് മെസ്സേജ് എന്നതുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ലൈവ് നടത്തിയ വീഡിയോസിന് ഏതെങ്കിലും കമൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നേരത്തെ കണ്ടതൊട്ട് ആ ഒരു ഡേറ്റ് ഫുള്ളുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, നമുക്ക് ഓരോരോ വീഡിയോസിലെ കമൻറ്റ്സ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ലൈവിൽ നമ്മൾ കൊടുത്ത കമൻറ്റ്സ് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്തരത്തിലാണ് നിങ്ങൾ നേരത്തെ ചെയ്ത കമൻറ്റ്സും ഡിസ്ലൈക്കും ലൈക്കും എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അതുപോലൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഈ ഒരു ട്രിക്ക്
ഒട്ടുമിക്ക പേർക്ക് അറിയാവുന്നതായിരിക്കും. ഇൻ കേസ് അറിയാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ ഒരു വീഡിയോ ചെയ്തത്. ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.